നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും വലിയ തർക്കമൊന്നുമില്ല. അതേക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും രാജ്യത്ത് ഇടമില്ല. തീർച്ചയായും അയോധ്യ ക്ഷേത്രം നൽകിയ മൈലേജ്, അതിന് മുൻപുണ്ടായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നൽകിയ ആത്മവിശ്വാസം, ഇതൊക്കെ BJPക്ക് ഉണ്ട് താനും. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കേന്ദ്ര മന്ത്രിമാരെ അറിയിച്ചത് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അനുകൂല തരംഗമോ കണ്ട് ഒരിക്കലും തൃപ്തിപ്പെടരുത് എന്നും ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്രമിക്കേണ്ട എന്നും കഠിനാധ്വാനം ചെയ്യണം എന്നും തന്നെയാണ് നരേന്ദ്രമോദി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ഇടക്കാല ബജറ്റിൽ പോലും വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഇത് അവരുടെ ആത്മവിശ്വാസം വിളിച്ചോതുന്നുമുണ്ട്. അത്ര കണ്ട് ആത്മവിശ്വാസമുള്ള സാഹചര്യത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴുള്ള അനുകൂല തരംഗം കണ്ട് അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് പണിയെടുക്കാതെ ഇരിക്കേണ്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം കൂടിയേ തീരൂ എന്ന നിർദ്ദേശം തന്നെയാണ് മോദി മുന്നോട്ട് വെക്കുന്നത്. ഈ അയോധ്യയിലെ രാമക്ഷേത്രം സമ്മാനിച്ച ഒരു മൈലേജോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നടത്തിയ പ്രകടനമോ മാത്രമല്ല, മറിച്ച് ബീഹാറിൽ ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളും അവർ കരുതലോടെ തന്നെ നടത്തിയിട്ടുണ്ട്. INDA മുന്നണിയുടെ നെടുന്തൂൺ തന്നെ ഇളക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും സാധിക്കുകയും ചെയ്തു. എന്തായാലും പാർട്ടി പ്രവർത്തകരെയോ അനുഭാവികളെയോ പോലെ സർവേകളിലും കണക്കുകളിലും വിശ്വാസം അർപ്പിച്ച് ഒരു എളുപ്പ പോരാട്ടമല്ല ഒരിക്കലും BJPയുടെ ഉന്നത നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഈ യോഗത്തിൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഇന്ത്യ ബ്ലോക്ക് INDA എന്ന പ്രതിപക്ഷ മുന്നണി താറുമാറായതായി നമുക്ക് തോന്നുമെങ്കിൽ പോലും ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം BJP അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള വലിയ ആഗ്രഹവുമായി അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇതും വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട് എന്നും മോദി പറഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ജാഗ്രത വേണമെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കണമെന്നും തന്നെയാണ് മോദി തന്റെ സഹപ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സർവേ, രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകരുത് എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന് പിന്നിൽ തീർച്ചയായും BJP എന്ന പാർട്ടിയുടെ പ്രൊഫഷണലിസം കൂടി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കൃത്യമായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തികളും എന്ത് തരം ഇൻപുട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇടേണ്ടത് എന്ന കൃത്യമായ ബോധം ആ പാർട്ടിക്കുണ്ട്. അതിൻ്റെ ആദ്യത്തെ രൂപരേഖ അവർ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഒന്നടങ്കം BJP അനുകൂല തരംഗമാണ് എങ്കിൽ പോലും അതിൽ വിശ്വസിച്ച് വെറുതെ ഇരിക്കേണ്ട, അല്ലെങ്കിൽ ആ പറയുന്ന വാർത്തകളിലോ അത്തരത്തിലുള്ള പുകഴ്ത്തലുകളിലോ വിശ്വസിച്ച് വെറുതെ വോട്ട് കിട്ടുമെന്ന ഒരു വിചാരം ഒരു നേതാവിനും വേണ്ട. മറിച്ച് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരുടെ കടമ നിറവേറ്റണമെന്ന് തന്നെയാണ് മോദി പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.